അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു മന്ത്രം പറഞ്ഞു തരും. എന്താണ് ഇത് ചെയ്താൽ കിട്ടുന്ന നേട്ടം? മുഹബ്ബത്തുന്നാസ്, ജനങ്ങൾ മുഴുവനും നമ്മെ ഇഷ്ടപ്പെടും. നമ്മളെ ആരൊക്കെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർ മുഴുവനും നമ്മെ സ്നേഹിക്കാൻ കാരണമാകും. സർവ ഖൈറുകളുടെയും റിസ്കുകളുടെയും കവാടങ്ങൾ തുറക്കപ്പെടും. ലോകത്തു മുഴുവനും പ്രശസ്തി അധികരിക്കും. അതായത് ലോകം മുഴുവനും അറിയപ്പെടുന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടും. തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു മന്ത്രമാണ്. നമുക്കൊന്ന് പഠിച്ചു നോക്കാം. പഠിക്കാന്ന് വെച്ചാൽ ചൊല്ലാനുള്ളതല്ല, എഴുതാനുള്ളതാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് അത് എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് സ്ക്രീനിൽ കാണിക്കാം. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കാണുക. ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ കിട്ടാൻ കാരണമാകുന്ന മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഒരു അത്ഭുത വിദ്യയാണ്. അല്ലാഹു പൂർണ്ണമായി കേൾക്കാനും ഒരുപാട് ഖൈറുകൾ കരസ്ഥമാക്കാനും നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വന്നുപോയ അബാധകളെല്ലാം അല്ലാഹു മാപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു എല്ലാവരെയും ഖൈറിലും ബർക്കത്തിലും ആക്കി തീർക്കട്ടെ. ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും നല്ല പരിഹാരം നൽകട്ടെ. ഖൈറാത്തുകളുടെ വാതിലുകൾ അല്ലാഹു തുറന്നു തരുമാറാകട്ടെ. ഞങ്ങൾ ഈ പറഞ്ഞു തരുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങൾ സാധിക്കും എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തന്നു എത്രയോ ആളുകൾക്ക് ഫലം കിട്ടിയത് അവർ വിളിച്ചു പറയുമ്പോൾ വളരെ സന്തോഷമാണ്. നല്ല നീയത്തോടെ ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലാഹു പ്രതിഫലം തരും. ഞാൻ നിങ്ങൾക്ക് ഒരു കളം പരിചയപ്പെടുത്തി തരാം. ഇതുപോലെയുള്ള കളം വരച്ചു അതുപോലെ എഴുതാം. ഇതിന്റെ പേര് തന്നെ ഇസ്മുൽ ആലം എന്നാണ്. ഇസ്മുൽ ആലമിന്റെ കളം. നമുക്കറിയാം അള്ളാഹുവിന്റെ അസ്മാഹുൽ ഹുസ്നയിൽ ഒരുപാട് ഇസ്മുകളുണ്ട്, ഒരുപാട് നല്ല നല്ല പേരുകളുണ്ട്. എല്ലാവും നല്ല പേരുകൾ തന്നെ. ഈ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബർക്കത്തുള്ള, ഏറ്റവും പവറുള്ള ഒരു പേരുണ്ട്. അതാണ് ഇസ്മുൽ ആലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മുൽ ആലമിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇസ്മുൽ ആലം ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് തട്ടപ്പെടുകയില്ല, ദുആ സ്വീകരിക്കും, ഉറപ്പാണ്. അപ്പൊ അത്രത്തിൽ പവറുള്ള ഒരു ഇസ്മാണ് ആ ഇസ്മു. ഈ ഇസ്മുൽ ആലം കൊണ്ടുള്ള ഒരു മന്ത്രമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലൂടെ കണ്ടത്. ഈ കളത്തിൽ കണ്ടത് ഇസ്മുൽ ആലം കൊണ്ടുള്ള ഒരു മന്ത്രമാണ്. നമ്മൾ അത് ചൊല്ലേണ്ടതല്ല, ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒരു വെള്ള കടലാസ് എടുത്ത് എഴുതേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് എഴുതാൻ അറിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിക്കാം. തെറ്റാതെ എഴുതണം. ഇത് എഴുതിയതിന്റെ ശേഷം കഴിയുന്ന പരമാവധി ചെറുതായി മടക്കാൻ ശ്രമിക്കുക. നമ്മൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ടോ, യാത്ര ചെയ്യുന്നുണ്ടോ, ജോലി സ്ഥലത്ത് പോകുന്നുണ്ടോ, എവിടെയൊക്കെയാണുള്ളത് നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന തരത്തിൽ സൂക്ഷിച്ച് കൊണ്ടുപോവുക. ഒന്നിരിക്കൽ വെള്ളത്തിൽ നനയാത്തതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടോ പോകാം. അല്ലെങ്കിൽ ഏലസ്, ഉറുക്ക് ഇതുപോലത്തതിൽ ബന്ധിച്ചു കൊണ്ട് പോകലാണ് നല്ലത്. ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ കടന്നു വരും. പേപ്പറിൽ എഴുതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, കീറിപ്പോകും എന്ന് ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ തകിടിൽ എഴുതി കൈവശത്ത് വെച്ചാൽ മതി. ഇതിന് ഒട്ടനവധി
നേട്ടങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആലമുൽ അർവാഹിൽ ആലമുൽ അർവാഹിൽ ആരൊക്കെയോ പടച്ചിട്ടുണ്ടോ, ആലമുൽ അർവാഹിൽ നമുക്ക് അറിയാം, അത് റൂഹുകളുടെ ലോകം, ജീവജാലങ്ങൾ ഒരുമിച്ച് കൂടിയ ലോകത്തിനാണ് ആലമുൽ അർവാഹ് എന്ന് പറയുന്നത്. ഈ ആലമുൽ അർവാഹിൽ ഏതൊക്കെ റൂഹുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയോ ആ റൂഹുകൾ മുഴുവനും ഈ വ്യക്തിയോട് മുഹബ്ബത്ത് വെക്കും, എല്ലാവരുടെ ഇടയിൽ സുസമ്മതനായി തീരും. നമ്മൾ ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കപ്പെടുന്നവർ അത് നമ്മുടെ കുടുംബങ്ങളാവട്ടെ, ഭാര്യമാരാവട്ടെ, ഭർത്താക്കന്മാരാവട്ടെ, മക്കളാവട്ടെ, മാതാപിതാക്കളാവട്ടെ, നമ്മുടെ സഹോദരങ്ങളാവട്ടെ, ആരുമാവട്ടെ, നമ്മെ ഇഷ്ടവെക്കണം, മഹബത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇപ്രകാരം ചെയ്താൽ മതി. മഹാന്മാർ പറയുന്നു, അതായത് ഖൈറുകളുടെ വാതിലുകൾ ഇയാൾക്ക് തുറക്കപ്പെടും. എന്റെ ജീവിതത്തേക്ക് എന്തൊക്കെ ഖൈറാണെന്ന് എനിക്കറിയില്ല, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കും, റിസ്കുകളുടെ വാതിൽ തുറന്നു കൊടുക്കും. നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യും. നമ്മുടെ ഭാര്യയെ കൊണ്ടു ഗുണം കിട്ടും, മക്കളെ കൊണ്ടും ഗുണം കിട്ടും, എല്ലാം കൊണ്ടും ഗുണം കിട്ടും. ലോകത്ത് ശുഹ്റത്ത് അധികരിപ്പിക്കുക, കേവല മനുഷ്യർക്കിടയിലുള്ള ശുഹ്റത്ത് അധികരിപ്പിക്കുക എന്നാൽ പ്രശസ്തി അധികരിക്കാം എന്നാണ്. ശുഹ്റത്ത് അധികരിപ്പിക്കുക എന്നാൽ പ്രശസ്തി അധികരിക്കാം എന്നാണ്. മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല, മലക്കുകൾക്കുള്ള ഇടയിലും ജിന്നുകൾക്കിടയിലും ലോകത്ത് എമ്പാടും അള്ളാഹു ഒരാളെ ഉയർത്താൻ ഉദ്ദേശിച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് ഉയർത്തും. അതുകൊണ്ട് തന്നെ ശുഹ്റത്ത് ഉണ്ടാക്കി തരുന്നത് അള്ളാഹുവിന്റെ കയ്യിലാണ്. ശറആകപ്പെട്ട മുഴുവനും ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. ശറആകപ്പെട്ട ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് ഹലാലായ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ പൂർത്തീകരിക്കും. ഇത് ചെയ്താൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നോക്കി അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതാൻ ശ്രമിക്കുക. അള്ളാഹു ഒരുപാട് നേട്ടങ്ങൾ നൽകിയ ഒരു ഇസ്മാണ്. ആവശ്യമുള്ളവർ അത് എഴുതി കൈവശത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ കാണുന്നവർ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.